വണ്ടിപ്പെരിയാർ പാറമടയിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന മോഷണം 25,000 രൂപയോളം നഷ്ടമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി കടകളും വീടുകളും കേന്ദ്രീകരിച്ച് തസ്കര സംഘം വണ്ടിപ്പെരിയാറിൽ വിലസുകയാണ്. ഇതുവരെ ഒരു തുമ്പും ലഭിക്കാതെ പോലീസും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഇന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വണ്ടിപ്പെരിയാർ പാറമട കൈപ്പള്ളി വീട്ടിൽ കുഞ്ഞുമോൻ, ലാലി എന്നിവർ വീട് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അലമാരിയും ജനലും കുത്തി തുറന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഞായറാഴ്ചത്തെ സംഘം കഴിഞ്ഞ രണ്ടുപേരും സംഘത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന തുകയും കൂടാതെ പള്ളിയിൽ നേർച്ച സമർപ്പിക്കുന്നതിനായി വെച്ചിരുന്ന കുടുക്കയും മോഷണം പോയതായി കണ്ടെത്തിയത്. രാവിലെ ഞങ്ങൾ 7:30 ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിക്ക് പോകുന്നതാണ്. പണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ഇവൾ 5:30 വരും. ഞാനും 6:30 ഞാനും വരുന്നതാണ്. പക്ഷേ ഇവൾ 5:30 വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് പുറവശത്ത് കൂടി കയറി അലമാരി കുത്തി തുറന്ന് 10,25,000 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ കുടുക്കയും പള്ളിയിലിടാൻ വേണ്ടി വെച്ചിരുന്ന കുടുക്കയും എടുത്തു. പിന്നെ കുറേ ചില്ലറ പൈസ ഉണ്ടായിരുന്നു. 10,23,000 രൂപ പേഴ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ആ കാശ് കൊടുത്തുകൊണ്ട് പോയിരിക്കുന്നു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. വീടിന് പുറകുവശത്തു വഴി വന്ന മോഷ്ടാവ് ജനാല കുത്തി തുറന്ന് കമ്പി മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നത്. പിന്നീട് അടുക്കളയിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് അലമാര വെട്ടിപ്പൊളിക്കുകയും അലമാരയിലുണ്ടായിരുന്ന പേഴ്സുകൾ തപ്പി വിവിധ പേഴ്സുകളിലായി വെച്ചിരുന്ന 25,000 രൂപയും കുടുക്കയും അപഹരിച്ചാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. കഴിഞ്ഞ വർഷം ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപയോളവും കൂടാതെ കഴിഞ്ഞ മാസം ആദ്യം വണ്ടിപ്പെരിയാർ ടൗണിലെ കടകൾ കുത്തി തുറന്ന മോഷണ പരമ്പരയും നടന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും ഒരു തുമ്പും ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. ഏറ്റവും അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി തൊഴിലാളികളടക്കം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന തുകകളും മറ്റും മോഷണം നടത്തുന്ന പ്രതിയെ ഉടനടി പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.